ഇപ്പോഴത്തെ ട്രെൻഡിന് വ്യത്യാസമല്ലേ. അപ്പൊ അത് കാരണം എന്താവുക പറയാൻ കഴിയില്ല. രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ട് വന്ന് സഹായിക്കും. ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല ആള് തരുന്നത്. ഒരു സാധാരണക്കാരന് ഇവിടെ എന്ത് കാര്യത്തിനും, പ്രത്യേകിച്ച് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, അതേപോലെ പിന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ ആള് ഫസ്റ്റില് അത് കണ്ടു നിൽക്കണമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പോർക്കളം ചൂടുള്ള കാലാവസ്ഥയോടൊപ്പം വീണ്ടും കൂടുതൽ ചൂടേറുകയാണ്. ഇന്ന് ചാനൽ ടൺ എത്തി നിൽക്കുന്നത് പുലാമന്തോളിലാണ്. 24-ാം വയസ്സിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ഖ്യാതിയോടെ അധികാരത്തിലെത്തിയ പുലാമന്തോളിന്റെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫയെ കുറിച്ച് പുലാമന്തോളിലെ ജനത എങ്ങനെ പ്രതികരിക്കുന്നു? ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. 15 വർഷക്കാലത്തോളം ഈ ഒരു നാടിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണല്ലോ ഇക്കുറി ഇടതുപക്ഷ സ്ഥാനാർത്ഥി. എങ്ങനെയായിരുന്നു അദ്ദേഹം പ്രസിഡന്റായ സമയത്തുള്ള അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ? വികസനം വലിയ കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ്, ജനപ്രതിനിധിയാണ്, എല്ലാവരും അപ്പോൾ എല്ലാ ഇതിലും ഇടപെടുന്ന ഒരാളാണ്. ഏത് സാഹചര്യത്തിലും എന്തിനും എപ്പോൾ ഓടിയെത്താൻ പറ്റുന്ന ഒരാളാണെന്നുള്ള ഞങ്ങളൊരു കാഴ്ചപ്പാട്. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരാളുമാണ്, ചെറുപ്പക്കാരനാണ്, ഓടിയെത്തായാലും എന്തൊരു ഇതിലും നാട്ടിൻ്റെ എല്ലാത്തിലും ഇടപെടുന്ന ഒരാളുമാണ്, ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ്. പഞ്ചായത്ത് പോലെ ഇവിടെ ഹോസ്പിറ്റല്, അമ്മയിൽ ഹോസ്പിറ്റൽ, നല്ല ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ അത് ഉസാറായി ഇതായിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കുഴപ്പമില്ലാതെ നല്ല നടത്തുകൊണ്ടാണ്, വൃത്തിയും കാര്യങ്ങളിലൊക്കെ നടത്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. ഇത് നടത്തുകൊടുത്തും നല്ല കുഴപ്പമില്ലാത്തൊരു പ്രവാസിയായിരുന്നു. വ്യക്തിപരമായിട്ട് പിന്നെ ആളെ കണ്ടു പരിചയമുണ്ട് എന്നല്ലാതെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് അറിയില്ല. 22 വർഷമായിട്ട് ഞാൻ ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിൽ കൂടിയിട്ടുള്ളൂ. അതെന്നാലും പൊതുവെ നാട്ടിലൊക്കെ ഒരു 15 വർഷം തുടർച്ചയായി വരുന്ന സമയത്ത് ഏത് ഭരണമായാലും അതിൻ്റെതായ ഒരു ഇതുകളുണ്ടല്ലോ, വികസനങ്ങളും ഇതൊക്കെ. അത് പുലാമന്തോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതായാലും വലതായാലും ആത്മാർത്ഥമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഏത് ഭരണമായാലും അവരുടേതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ട എല്ലാ അവാർഡുകളും പുലാമന്തോൾ പഞ്ചായത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, ഇടതുവശമായാലും വലതുവശമായാലും. നമ്മൾ ഹനീഫ ഇവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വളരെ ടോപ്പാണ്. ഞങ്ങൾക്കൊന്നും ഒരു വിഷയത്തിലും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. കുഴപ്പമില്ലാത്ത ആളിനെ നമ്മൾ അറിയുന്ന ആളാണ്, നമ്മൾ അത്രയും ഫ്രണ്ട്സാണ്. പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് മൂപ്പര് നല്ല ഭരണം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. MLA സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മൾ അറിഞ്ഞപ്പോ സന്തോഷമുണ്ട്. ഇനിയിപ്പോ എന്താവാന്നുള്ളത് പറയാൻ കഴിയില്ല. ഒന്ന് അതിപ്പോഴത്തെ ട്രെൻഡിന് വ്യത്യാസമല്ലേ. അപ്പൊ അത് കാരണം എന്താവാന്നുള്ളത് പറയാൻ കഴിയില്ല. പിന്നെ ഇപ്പൊ നമ്മളെ പൂരത്തിന് സജീവമായിട്ടുള്ള പരിപാടിയിലുണ്ടായിരുന്നു മൂപ്പര്. ഇവിടെ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്, എല്ലാ പരിപാടിയിലും വരുന്ന ഒരാളാണ്. ഹനീഫ നല്ല വ്യക്തിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്യണ നല്ല നല്ല മനുഷ്യനാണ് ഹനീഫ. വികസനമൊക്കെ ഒരുപാട് വികസനങ്ങൾ പുലാമന്തോൾ പഞ്ചായത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ പ്രസിഡന്റായിട്ട് നല്ല വികസനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഹനീഫ. ഇപ്പോൾ 2-ാം മൈലില് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണെങ്കിലും നല്ല വികസനം നടത്തി. ഓക്കെ, രണ്ടാളും ഉപകാരപ്പെട്ട ആളാണ് എനിക്ക്, നാടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ എൻ്റെ അയൽവാസിയാണ്, ഞാൻ ചമ്പശ്ശേരി ഉള്ളതാണ്. പക്ഷേ എന്ത് കാര്യത്തിനും ഒരു ഇതും നോക്കാതെ രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ട് വന്ന് സഹായിക്കും. കുളത്തിലൊന്നൊരാൾ മരിച്ചിട്ട് എടുക്കാനും എല്ലാവരും സഹായത്തിന് വാപ്പുന്നെ ചാടി ഇറങ്ങി മുങ്ങിയെടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത സഹായങ്ങൾ, ഒരുപാട് സഹായങ്ങൾ ചെയ്യണം. കുഴപ്പമില്ലാത്ത ആളാണ്, നല്ലൊരു രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആള് വാർഡിന് വേണ്ടി നല്ല ഉപകാരം ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട്, നല്ല നിലയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. വ്യക്തികൾക്കായിട്ട് എല്ലാ ഉപകാരം കിട്ടിയിട്ടുണ്ട്, എല്ലാ വ്യക്തികൾക്കും നല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ട്. വേറെ അങ്ങനത്തെ കുഴപ്പമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയത്തിൽ പിന്നെ നമ്മൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്, എന്നാലും വ്യക്തിപരമായിട്ട് നമ്മൾ അനുകൂലിക്കണം. നമ്മൾ പ്രവാസി നാട്ടിലുണ്ടായിട്ടില്ല, നമ്മൾ വന്നിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് എത്തിയിട്ടുള്ളൂ. അപ്പൊ എന്താ സിറ്റുവേഷൻ ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയണില്ല. മനസ്സിലായില്ല. നല്ലൊരു അഭിപ്രായം തന്നെ കേട്ടത്, ആ പേരുള്ളൂ നമുക്കുള്ളത്. വ്യക്തിപരമായ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ വാപ്പ ഞങ്ങളെ നാട്ടുകാരനാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായി നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വികസന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് MLA ആയാലും ഒന്നും കൂടി കൂടുതൽ ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ നേതാക്കന്മാർ കാലും മാറുന്ന ആളുകളുണ്ടല്ലോ, സ്ഥാനം മാനം കിട്ടിയില്ലെങ്കിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും കാല് മാറുന്നത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് അവരെ നേതാവായിക്കുന്നത്. ജനങ്ങളുടെ താല്പര്യത്തിന് നിൽക്കാതെ അവരവരെ സ്വാർത്ഥ താല്പര്യത്തിന് വലിയ വലിയ നേതാക്കന്മാർ അങ്ങോട്ടോട്ട് ചാടി മറിയുന്നുണ്ട്. ഈ ലീഗിലുള്ള ആളുകൾ ഇപ്പം അങ്ങോട്ട് പോയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് പക്ഷേ വിഡ്ഢികളാകുന്ന ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ്. ആ കാര്യത്തിൽ ഈ നേതാക്കന്മാരെ തീർത്തും ഉറപ്പ് പറയണം, മരണം വരെ ഉറച്ചു നിൽക്കാൻ കഴിയണം. അതല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച്
ഞാൻ തീരുമാനം എടുക്കുള്ളൂ എന്ന് പറയുന്ന ആളുകൾക്കേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിപ്പോ ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ട് വേറൊരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ എന്നാലും വാപ്പു എന്നുള്ള വ്യക്തിനെ എനിക്കിഷ്ടമാണ്. പുള്ളിയുടെ കാര്യങ്ങളെല്ലാം വളരെ നോർമലാണ്. അത് വളരെ വേണ്ട രീതിയിൽ പുള്ളി ചെയ്തു തീർക്കുന്ന ഒരു വ്യക്തിയാണ്. വാപ്പാക്ക് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ നോർമലി ഒരു സാധാ രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ല, ഒരു സാധാരണ ഒരു നാട്ടും പുറത്തുകാരൻ ഇവിടെ നമ്മളെ എന്ത് കാര്യത്തിന് വിളിച്ചാലും വിളിപ്പുറത്തുള്ള ഒരാൾ തന്നെ പറയാം. അതായത് ഇപ്പൊ മുഹമ്മദ് ഹനീഫ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ആളുകൾ അറിയാൻ ചാൻസ് കുറവാക്കാം. വാപ്പാക്കാന്ന് പറഞ്ഞാൽ തന്നെ അറിയുള്ളൂ. അത് മെയിനായിട്ട് ആളെന്ന് പറഞ്ഞാൽ ഈ സോഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല ആൾ വരുന്നത്. ഒരു സാധാരണക്കാരന് ഇവിടെ എന്ത് കാര്യത്തിനും, പ്രത്യേകിച്ച് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, അതേപോലെ പിന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ ആള് ഫസ്റ്റില് അത് കണ്ടു നിൽക്കണമല്ല, നേരെ പോയി എടുത്ത് ചാടി. ഇപ്പൊ 2-3 കേസുകൾ അങ്ങനെ തന്നെ ഉണ്ട്. അത് വെള്ളത്തിൽ ചാടിയിട്ടുള്ള കേസുകളിൽ ആളെന്നെ മുന്നിട്ട് ഇറങ്ങി ആളെന്നെ പോയി പൊക്കിയെടുത്ത് വിടുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പോ നല്ല പ്രതീക്ഷ തന്നെയാണ് വാപ്പാക്ക വരുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. LDF സ്ഥാനാർത്ഥി നല്ല അഭിപ്രായമാണ്. ഹനീഫാക്കാനെ നല്ല അഭിപ്രായം, കുഴപ്പമില്ല. നല്ല സ്ഥാനാർത്ഥിയാണ്, നല്ല വികസനം ചെയ്യും. ഹനീഫക്ക് കുഴപ്പമൊന്നുമില്ല, വികസനം ചെയ്യുന്ന ആൾ തന്നെയാണ്. പിന്നെ അത്രയ്ക്ക് വലിയതൊന്നും അറിയില്ല, മൂപ്പരാണ് ഇവിടെ ഒരു മെച്ചമുള്ള ആള് എല്ലാം കൊണ്ടും. ഹനീഫ എന്ന് പറഞ്ഞാല് ഞങ്ങളൊക്കെ വാപ്പു എന്നാ പറയാനുള്ളത്. അയാള് നല്ലൊരു ചെറുപ്പക്കാരനാണ്. 24-ാമത്തെ വയസ്സിൽ പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റായി രാമന്തോളിൽ. അത് 3 ടേം ആയത്. ഈ 3 ടേം കഴിഞ്ഞിട്ട് പിന്നെ അയാൾ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. അപ്പോൾ ഭരണപരിചയം അയാൾക്ക് ഒരു പ്രശ്നമല്ല. പൊതുസേവനം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ജന്മന ഉള്ളൊരു വാസനയാണ്. അത് ഏതാൾ രാഷ്ട്രീയമൊന്നുമില്ല. പുള്ളിക്ക് ഏത് രൂപത്തിലായാലും ഏതായാലും അയാൾ രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ടാണ് അയാളുടെ പെരുമാറ്റം. അപ്പോൾ അയാൾ ഈ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് നിന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. മാത്രമല്ല പുള്ളി ഇവിടുന്ന് അസംബ്ലിയിലേക്ക് ജയിച്ചു പോയാൽ ഈ പ്രദേശത്തിന്റെ ആകെ വികസനത്തിന് പുള്ളി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് പുള്ളി ഒരു മുതൽക്കൂട്ടാവുന്നതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മളിപ്പോ പ്ലാമന്തോള പഞ്ചായത്തിനെ കുറിച്ചിട്ട് പറയുമ്പോഴേ ഹനീഫൊക്കെ നിന്നിടത്തോളം നമുക്ക് ആർക്കും പരാതിയൊന്നുമില്ല. ഹനീഫക്ക് അത്ര കുഴപ്പമൊന്നുമില്ലാത്തൊരു വ്യക്തി തന്നെയാണ് ഈ പ്ലാമന്തോള പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇതുവരെ ഇനിയിപ്പോ ഒക്കെ മൂപ്പരെ കയ്യിലിരിപ്പ് പോലെ ഉണ്ടാവും. വിജയവും ജയമൊക്കെ പരാജയവും ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോ എന്താ മൂപ്പരെ തലവേദി എങ്ങനെയാ വെച്ചാൽ അതുപോലെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ പ്ലാമന്തോള പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗമൊക്കെ ഏകദേശം വോട്ട് കവറേജ് മൂപ്പർക്ക് ഉണ്ടാവേണ്ടതാണ്. ഇതിന്റെ ഒരു കണക്കൂട്ടിലിട്ടോ ഇത് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാവുള്ളൂ. പിന്നെ നല്ലൊരു വ്യക്തിയാണ്, കുഴപ്പമൊന്നുമില്ല. ജനങ്ങളുടെ ഇടയിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല. ജനങ്ങൾക്ക് ഹനീഫാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരനെന്നുള്ളൊരു ഉപരി ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. ജനങ്ങൾക്ക് ഈ ഇലക്ഷൻ ഭയങ്കര ഹരമായി മാറാനാണ് ചാൻസ് എന്നാണ് നമ്മൾ എഴുതല്. പിന്നെ നജീബക്ക 38 വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത്. ഒരു ഈക്വൽ മത്സരം ഉണ്ടാവും. സെയിം പിച്ചാകുമ്പോൾ ചെറിയ ഭൂരിപക്ഷമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു മത്സരമാവും വിചാരിക്കുന്നുണ്ട് ഈ ഒരു പ്രാവശ്യം. ഹനീഫാക്ക പിന്നെ ജനങ്ങൾക്കൊക്കെ ഉപകാരിയാണ്, ജനങ്ങൾക്കൊക്കെ ഉഷാറാണ്. നജീബ് കാന്തപുരം അതെ, നമുക്ക് അങ്ങനെ ഒരു പാർട്ടി ഇടതിലൊന്നല്ല. പക്ഷെ എങ്കില് ജനങ്ങൾക്ക് ഉപകാരി ആരാണോ ഓലെ നമ്മള് സപ്പോർട്ടാണ്. ഞാൻ ഇവിടുത്തെ നാട്ടുകാരനല്ല, കുഴപ്പമില്ല. അത് നല്ല പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, ആളുടെ സ്വഭാവമാണ്. ഏറ്റവും നല്ല പ്രസിഡന്റ് ആയിരുന്നു വാപ്പു. രാമന്തോളിന്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച വളരെ നല്ല പ്രസിഡന്റ് ആയിരുന്നു. എല്ലാ നിലക്കും അർഹനാണ്, MLA ആവാൻ യോഗ്യനാണ്. വളരെ ചെറുപ്പം മുതൽക്ക് രാമന്തോൾ പഞ്ചായത്തിന്റെ നാഴികക്കല്ലാണ് വാപ്പു. വളരെ ചെറുപ്പം മുതൽക്ക് പഞ്ചായത്തിന് വേണ്ടി 15 വർഷം രാമന്തോൾ പഞ്ചായത്തിന് പ്രസിഡന്റായിരുന്നു. 4-5 വർഷം പഞ്ചായത്ത് മെമ്പറുമായി ഇരുന്നിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും അല്ലാത്ത കാലം വാപ്പുനുണ്ടായിരുന്നപ്പോഴും ഇവിടെ വെള്ളപ്പൊക്കം മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അർദ്ധരാത്രി നീന്തി പോയിട്ട് ആൾക്കാരെ വീട്ടിൽ നിന്ന് പോയി ഇവിടുന്ന് സംരക്ഷിച്ച ഏക മനുഷ്യൻ വാപ്പുവാണ്. ഞങ്ങളെ പോലുള്ളവരൊക്കെ ഒന്ന് പിന്നാക്കം നിന്നപ്പോഴും വാപ്പുവിന് ഒരു ഭയമില്ലാതെ നട്ടപ്പാതിരാത്ത ഈ മലക്കിൻ്റെ മുകളിൽ ഉള്ള ആൾക്കാരൊക്കെ പോയി സംരക്ഷിച്ച് കൊടുക്കുന്ന ഏക മനുഷ്യനാണ് വാപ്പു. വാപ്പു എന്ന് പറഞ്ഞാൽ ഈ രാമന്തോൾ പഞ്ചായത്തിന്റെ ഹൃദയമാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. അതുപോലെ തന്നെ വാപ്പു ഇടതുപക്ഷ അവന് സമാനതകളില്ലാത്ത സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ ഒരു പാർട്ടിക്കാരോട്ടും അവന് വിരോധമില്ല. എല്ലാവരെയും ആളാണ്. കോൺഗ്രസ്സുകാരും ലീഗുകാരുമാണ് അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കള്. ഞങ്ങളെ പിന്നെ ശത്രുക്കളായിട്ട് കണ്ടാലും പാർട്ടിക്കാരായിട്ട് അത്ര അടുത്ത ആളാണ്.
ഏറ്റവും നല്ല ഒരു കാൻഡിഡേറ്റ് ആണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 100% അവന്റെ വിജയം ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു, ഉറപ്പും ചെയ്യും. ഇതാണ് വാപ്പുവിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ പഞ്ചായത്തിന്റെ എല്ലാ ഭാഗത്തും വാപ്പുവിന്റെ വാക്കുകൾ, വാപ്പുവിന്റെ കയ്യെത്താത്ത ഒരു വികസന പരിപാടിയില്ല. ആ ചെമ്മലശ്ശേരി പിന്നെ ഹോസ്പിറ്റല് പിന്നെ ഒക്കെ അവന്റെ കാലത്ത് വളരെ നന്നായിട്ട് ചെയ്ത ആളാണ്. അതാണ് വാപ്പു. വാപ്പു എന്ന് പറഞ്ഞാൽ അനീഫയല്ല, ഞങ്ങൾക്ക് വാപ്പു ആക്കിയാണ്. കുട്ടികൾക്ക് വാപ്പു ആക്കി ഞങ്ങളൊക്കെ വാപ്പു എന്ന് വിളിക്കും. ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ വിജയത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും അഹോരാത്രം പ്രവർത്തിക്കാനും തയ്യാറാണ്. എല്ലാ വിജയാശംസകളും വാപ്പുവിന് നേരുന്നു. അവനെ ഞങ്ങളുടെ ഹൃദയമാണ്, ഞങ്ങളുടെ മുത്താണ്. പുലാമന്തോളിലെ ജനത കക്ഷി രാഷ്ട്രീയങ്ങളില്ലാതെ ഒരേ മനസ്സോടെ കൂടെ പറയുന്നത് പുലാമന്തോളിന്റെ ബാപ്പു ഈ നാടിന്റെ ജനപ്രിയനാണെന്നാണ്. പെരിന്തൽമണ്ണയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇത്തവണ നിയമസഭയിൽ MLA ആയിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒരേ മനസ്സോട് കൂടെ ആഗ്രഹിക്കുന്നത്. പുലാമന്തോളിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ 150 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ രജത ജൂബിലി കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ അത്യാധുനിക സമുച്ചയം മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ ഇപ്പോൾ ജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. കൂടെയുണ്ട് കരുതലായി.